പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് റൂമുകൾക്കുമപ്പുറം പഠനം വ്യാപിക്കുന്ന പ്രബോധന സാങ്കേതിക വിദ്യയുടെയും ഓഡിയോ വിഷ്വൽ എയ്ഡുകളുടെ ഉപയോഗത്തിന്റെയും ലോകത്തേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ പഠനം സുഗമമാക്കുന്നതിനുള്ള പ്രബോധന സാങ്കേതിക വിദ്യയുടെയും ഓഡിയോ വിഷ്വൽ സഹായങ്ങളുടെയും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നു. പ്രൊജക്റ്റ് ചെയ്ത സഹായങ്ങൾ, റേഡിയോ പോലുള്ള ഓഡിയോ സഹായികൾ, വിദ്യാഭ്യാസ റെക്കോർഡിംഗ്, ടേപ്പ് റെക്കോർഡിംഗ്, ശബ്ദ ഫിലിം, പ്രൊജക്റ്റഡ് എയ്ഡ്സ്. 1. ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ. പ്രൊജക്ടർ ഭാരം കുറഞ്ഞതും പോർട്ടബിളും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും നന്നാക്കാൻ എളുപ്പവുമാണ്. ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സജ്ജീകരിക്കാനാകും. ഫിലിം സ്ട്രിപ്പ് ഫ്രെയിം ഡിസ്കസ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നിർത്താം. അവ സ്വമേധയാ പ്രവർത്തിപ്പിക്കുന്നതിനാൽ അത് മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് നീക്കാൻ കഴിയും. ഇൻസ്ട്രക്ടർ ക്ലാസ് നടത്തുമ്പോൾ പഠിതാക്കൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകാം. 2. ഓവർഹെഡ് പ്രൊജക്ടർ. സുതാര്യത പ്രൊജക്ട് ചെയ്യുന്നതിനുള്ള പ്രൊജക്ഷൻ രീതിയാണിത്. ക്ലാസ് റൂം അധ്യാപനത്തിലെ വിഷ്വൽ എയ്ഡിൽ മുന്നിൽ നിൽക്കുന്നത് ഓവർഹെഡ് പ്രൊജക്ടറുകളാണ്. ഈ പ്രൊഡക്റ്റ് രൂപകൽപ്പനയിൽ വളരെ ലളിതവും പ്രവർത്തിക്കാൻ എളുപ്പവുമാണ്. ഓവർഹെഡ് പ്രൊജക്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട വശം വലിയ തെളിച്ചമുള്ള പ്രകാശമുള്ള ചിത്രമാണ്. പഠിതാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇതൊരു ഫോക്കൽ പോയിന്റ് നൽകുന്നു. ഒപാക്യൂ പ്രൊജക്ടർ. ഒപാക്യൂ പ്രൊജക്ടർ വിലപ്പെട്ടതാണ്, സമൃദ്ധമായ മെറ്റീരിയലിന്റെ ലഭ്യത കാരണം. മാഗസിൻ അല്ലെങ്കിൽ പുസ്തക ചിത്രീകരണങ്ങൾ, സ്നാപ്ഷോട്ടുകൾ അല്ലെങ്കിൽ വാർത്താ പേപ്പറുകൾ ക്ലിപ്പിംഗ് ഒപാക്യൂ പ്രൊജക്ടറിൽ കാണിച്ചേക്കാം. അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് പൂർണ്ണമായും ഇരുണ്ട മുറി ആവശ്യമാണ്. LCD പ്രൊജക്ടർ. ഒരു സ്ക്രീനിലേക്കോ മറ്റു പരന്ന പ്രതലത്തിലേക്കോ ചിത്രങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ ലിക്വിഡ് ക്രിസ്റ്റൽ പാനലുകൾ ഉപയോഗിക്കുന്ന ഒരു തരം വീഡിയോ പ്രൊജക്ടറാണ്. പ്രൊജക്ടറിന് ഒരു പ്രകാശ സ്രോതസ്സുണ്ട്, സാധാരണയായി ഉയർന്ന തീവ്രതയിലുള്ള വിളക്ക്. അത് പ്രകാശം പുറപ്പെടുവിക്കുന്നു. 3 വ്യത്യസ്ത LCD പാനലുകളിലൂടെ പ്രകാശം കടന്നുപോകുന്നു. ഓരോന്നും ഒരു പ്രാഥമിക നിറഞ്ഞ ചുവപ്പ്, പച്ച, നീല പ്രതിനിധീകരിക്കുന്നു. ഈ പാനലുകളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ലിക്വിഡ് ക്രിസ്റ്റൽ പിക്സലുകൾ അടങ്ങിയിരിക്കുന്നു. മൾട്ടിമീഡിയ പ്രൊജക്ടർ. LCD പ്രൊജക്ടർ. മൾട്ടിമീഡിയ പ്രൊജക്ടറെ വീഡിയോ പ്രൊജക്ടർ എന്നും വിളിക്കുന്നു. ഇത് ഉയർന്ന റെസൊല്യൂഷനുള്ള ഒരു ഫുൾ പ്രൊജക്ടറാണ്. ടെക്സ്റ്റ്, ഇമേജുകൾ, വീഡിയോ, ഓഡിയോ ഉള്ളടക്കങ്ങൾ എന്നിവ പ്രൊജക്ട് ചെയ്യാൻ പ്രാപ്തമാണ്. CD, DVD പ്ലെയർ, VCR, ഡിജിറ്റൽ ക്യാമറ എന്നിവയിൽ നിന്നും ഫ്ലാഷ് മെമ്മറി സ്റ്റോറേജ് ഉപകരണങ്ങളിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനുള്ള ഇൻപുട്ട് പ്രൊവിഷൻ പ്രൊജക്ടറിലുണ്ട്. ക്ലാസ് റൂം അധ്യാപനത്തിനും പരിശീലന ആവശ്യത്തിനും മൾട്ടിമീഡിയ പ്രൊജക്ടറുകൾ ഏറ്റവും അനുയോജ്യമാണ്. ഇത് പോർട്ടബിൾ ആണ്. ടേബിൾ ടോപ്പിലോ പ്രൊജക്ഷനായി സീലിംഗ് മൗണ്ട് ക്രമീകരണമായോ പ്രവർത്തിപ്പിക്കാം. ഇത് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓഡിയോ എയ്ഡുകൾ. CD, DVD, USB പ്ലെയർ ഓഡിയോ വിവരങ്ങളും വീഡിയോ ഉള്ളടക്കങ്ങളും പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളാണ്. റേഡിയോ. റേഡിയോയും റെക്കോർഡിംഗും അതിന്റെ എല്ലാ വ്യതിയാനങ്ങളിലും മുഴുവൻ ശബ്ദവും കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്നു. മാധ്യമങ്ങളുമായുള്ള അതിന്റെ ശരിയായ ഉപയോഗത്തിലൂടെ ശ്രദ്ധേയവും യാഥാർത്ഥ്യവും ആവാം. റേഡിയോ ഉപയോഗം. കേൾവിയുടെ കഴിവുകൾ വികസിപ്പിക്കുക. പുതിയ അറിവിന്റെ താൽപര്യവും വൈവിധ്യമാർന്ന ഉറവിടങ്ങളും നൽകുന്നതിന് ഏത് വിവരങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾക്ക് ശ്രദ്ധ ക്ഷണിക്കുക. വിമർശനാത്മക ചിന്ത വികസിപ്പിക്കുന്നു. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയർ ഫോർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റേഡിയോ. പരിശീലകന്റെ തയ്യാറെടുപ്പ്. വിദ്യാർത്ഥികളുടെ സന്നദ്ധത വികസിപ്പിക്കുക. പ്രോഗ്രാം കേൾക്കുന്നു. ചർച്ചയും അപേക്ഷയും. ഫോളോ അപ്പ്. ലിമിറ്റേഷൻസ്. ഏകാഗ്രമായ ശ്രദ്ധയില്ല. വൺ വേ ആശയവിനിമയം. ക്രമീകരണം. പുനരുപയോഗം ഇല്ല. പ്രീ ഹിയറിംഗും പുനരുപയോഗവും ഇല്ല. ഭരണപരമായ പ്രശ്നങ്ങൾ. എഡ്യൂക്കേഷണൽ റെക്കോർഡിംഗ്. അധ്യാപകൻ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള രേഖകൾ ശ്രദ്ധിക്കുകയും അവർ പഠിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾക്കും വിഷയത്തിനും ഏറ്റവും ഉപയോഗപ്രദമായവ തിരഞ്ഞെടുക്കുകയും വേണം. ഭാഷാ പഠനത്തിൽ റെക്കോർഡ് ചെയ്ത ഭാഗത്തിന്റെ ഉപയോഗത്തിന് വലിയ മൂല്യമുണ്ട്. ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ്. ഡിസ്ക് റെക്കോർഡിംഗ്, ടേപ്പ് റെക്കോർഡിംഗ്, ഡിജിറ്റൽ റെക്കോർഡിംഗ്. യൂസ് ഓഫ് റെക്കോർഡിംഗ്. സ്വന്തം ഭാഷയിലെ സംസാര വൈകല്യങ്ങൾ പരിഹരിക്കാൻ. വിദേശ ഭാഷയിൽ നല്ല ഉച്ചാരണം പഠിപ്പിക്കാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് റെക്കോർഡിംഗ്.
ഇത് റേഡിയോയുടെ സമയക്രമീകരണ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു. ആഗ്രഹവും അധ്യാപന ആവശ്യവും അനുസരിച്ച് പ്ലേ ചെയ്യുന്നു. റെക്കോർഡിംഗ് ഉപകാരപ്രദമായ മെറ്റീരിയലിന്റെ വിശാലമായ ശ്രേണി വാഗ്ദാനം ചെയ്യുന്നു. സ്ഥാപനത്തിന് അവരുടേതായ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കണം. യൂസേഴ്സ് മുൻപുണ്ടാക്കിയ റെക്കോർഡിംഗ് കേൾക്കാനും ശ്രദ്ധിക്കാനും ഇത് ഒരാളെ പ്രാപ്തമാക്കുന്നു. വിദ്യാർത്ഥിക്ക് അവരുടെ ശബ്ദവും അവരുടെ സ്വന്തം സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളും കേൾക്കാൻ സാധിക്കുന്നു. ടേപ്പുകൾ ഉപയോഗിച്ച് ഭാഷാ പഠനം സുഗമമാക്കുന്നു. ക്ലാസ്സിന് അവരുടെ സ്വന്തം ആലാപനമോ ചർച്ചാ പ്രോഗ്രാമുകളോ ടേപ്പ് ചെയ്യാനും പിന്നീട് അവരെ മെച്ചപ്പെടുത്തുന്നതിനായി അത് കേൾക്കാനും കഴിയും. ദ സൗണ്ട് ഫിലിം പരിശീലന പരിപാടിയിൽ ഒരു ചലനചിത്രം വളരെ വിലപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഏതൊരു പ്രവർത്തനത്തിലും കാണപ്പെടുന്ന ചലനം. ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പഠന സമയം ലാഭിക്കാനും പരിശീലന പരിപാടിക്ക് അഭികാമ്യമായ വൈവിധ്യം നൽകാനും കഴിയും. പർപ്പസ് ഓഫ് ഫിലിംസ് ക്ലാസിനെ പ്രചോദിപ്പിക്കാൻ. ഒരു വ്യാവസായിക പ്രക്രിയ കാണിക്കുന്നതിന് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ നിർമ്മാണം നടത്തുന്ന മെറ്റീരിയൽ രീതി. വ്യാപാരത്തിന്റെ കഴിവുകൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് കാണിക്കാൻ. ശാസ്ത്ര തത്വങ്ങൾ വിശദീകരിക്കാൻ. അധ്യാപനത്തിന്റെ വൈവിധ്യം അവതരിപ്പിക്കാൻ. വിദൂരവും പഴയതുമായ കാര്യങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ. പരിശീലന പരിപാടിക്ക് അനുബന്ധമായി വലിപ്പങ്ങൾ 8 mm, 16 mm, 35 mm, 70 mm ഫിലിമുകൾ ക്ലാസ് റൂമിനായി ഉപയോഗിക്കുന്നു. ഫിലിമിന്റെ ഒരു റീൽ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുറിക്ക് സാധാരണയായി 400 അടി നീളമുണ്ടാവണം. ഇതിൽ നമ്മൾ കവർ ചെയ്ത വിഷയങ്ങൾ നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് ചെയ്ത സഹായങ്ങൾ, റേഡിയോ പോലുള്ള ഓഡിയോ സഹായികൾ, വിദ്യാഭ്യാസ റെക്കോർഡിംഗ്, ടേപ്പ് റെക്കോർഡിംഗ്, ശബ്ദ ഫിലിം. പഠനം സുഗമമാക്കാനും പഠിതാക്കളുടെ ജിജ്ഞാസ ഉണർത്താനും ഞങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡുകളെ കുറിച്ച് കൂടുതൽ പഠിക്കും. അതുവരെ സുരക്ഷിതരായിരിക്കും.